ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ന്യൂസ് ഉണ്ടല്ലോ. ഈ വാർത്ത ഇന്ന് വന്നു. എസ് രാജേന്ദ്രൻ, ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് അമിത്ഷായിട്ട് കൂടിക്കാഴ്ച നടത്തി തീരുമാനം ഒരു മാസം. മൃതദേഹം അതായത് ഈ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആള് BJP-യിലോട്ടാണ് പോയത്. ആള് മുൻ CPIM MLA ആയിരുന്നു, CPM-ന്റെ MLA ആണ്. ഓക്കെ, അപ്പം ഈ CPM പാർട്ടി തന്നെ ഒരുപാട് പറയുന്നുണ്ട്, എന്ത് കോൺഗ്രസ് എല്ലാരും CPM-ലെത്തുന്നു, പക്ഷെ CPM-ലും BJP-ലും എത്തുന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് CPM. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം എന്താന്ന് വെച്ചാല് CPM എല്ലാരും BJP-യിലോട്ട് എത്തണം. ഓക്കെ, അതായത് BJP-ക്ക് വേണ്ടി കുനിഞ്ഞു കൊടുക്കാൻ പോവാണ് CPM MLA-മാരെ. ഒരുപാട് ബോംബ് കണ്ടെടുത്തു. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് മുന്നേ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഒപ്പം തന്നെ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികനായിരുന്നു, ഓനും CPM-ല് എന്തായിട്ട് മാറിയിട്ടാണ്. ഇനിയും ഒരുപാട് നേതാക്കന്മാർ CPM-ലോട് ചെല്ലും. കാരണം എന്താന്ന് വെച്ചാല് BJP കൊടുക്കുന്ന പൈസയില് എന്താണ് CPM MLA-മാര് പോകും. കൈക്കൂലി വാങ്ങിയിട്ട് ഇവന്മാര് പാർട്ടി മാറുന്നു, പാർട്ടിനെ എന്താ പറയാ ഇതാക്കുന്നു, അപ്പൊ ഇങ്ങനെ സംഘർഷത്തിലാക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയൻ, അല്ലാതെ വേറെ ആരുമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വെച്ചാല് ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് വരുമെന്നാണ് പറഞ്ഞത് കേരളത്തില് നിയമസഭ. അപ്പം ഞാൻ മനസ്സിലാക്കിയോളത്തോളം അതെങ്ങനെയാന്ന് വെച്ചാല് CPM-ന് കുറച്ച് അത്യാവശ്യം സീറ്റ് കിട്ടുകയും അറ്റ് ദ സെയിം ടൈം BJP-ക്കും സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെക്കാളും മെജോറിറ്റി വോട്ട് അല്ലെങ്കിൽ എന്താ പറയുക സീറ്റുകള് CPM-ന് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവാൻ പോണ കാര്യം എന്താന്ന് വെച്ചാല് ഇതാണ് ഡബിൾ എഞ്ചിൻ കാണുന്നത്. അതായത് BJP പറയും ഇവൻ ആരാകണം എന്നുള്ളത്, മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത്. അങ്ങനെ BJP പറഞ്ഞതിനനുസരിച്ച് CPM-മാര് എന്ത് ചെയ്യും, കുനിഞ്ഞ് ഓശാനിച്ച് അടിമപ്പണി എടുത്തുകൊണ്ട് BJP-ന്റെ അടുത്തിന് എന്താക്കി മുഖ്യമന്ത്രിയൊക്കെ CPM എന്നുള്ള ചിലപ്പോ ഉപമുഖ്യമന്ത്രി ആകുക. അതാണ് നടക്കാൻ പോണത്, അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോണില്ല. പിന്നെ പറയണ്ട, പിന്നെ BJP-ന്റെ എന്താ പറയാ മതവിദ്വേഷം, ജാതി പ്രശ്നങ്ങൾ, അതൊക്കെ CPM ഇവിടെ കേരളത്തിൽ നടപ്പാക്കും. അതൊരുപാട് കേസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്താണെങ്കിലും ഈ വരാൻ പോകുന്ന ഇലക്ഷനില് ആരും CPM-ന് വോട്ട് ചെയ്യരുത്, ഒരിക്കലും വോട്ട് കൊടുക്കരുത്. CPM-ന് നിങ്ങൾ വോട്ട് കൊടുത്തു കഴിഞ്ഞാല് BJP-ക്ക് വോട്ട് കൊടുക്കണ പോലെയാണ്. ഓക്കെ, എല്ലാ MLA-മാരും BJP-ലോട്ടാണ് പോകുന്നത്. CPM പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെടും, സബ്സ്ക്രൈബ് ചെയ്യണം.